ഹലോ അസ്സാം വലൈക്കും. നോമ്പായിട്ട് എണ്ണ പലഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതവിടെ ഒരു 4 മീഡിയം സൈസ് സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളി 2 പീസ് ഇഞ്ചിയും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിന് ഓയിൽ ചേർത്തതിന് ശേഷം ആദ്യം തന്നെ സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവോള ഇട്ടതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ കാര്യം നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ചെറുതായി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല രീതിയിൽ വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്കൊരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് അതിൻ്റെ കുത്തുമണക്ക് പോകുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മളൊരു 200 ഗ്രാം ചിക്കന് നല്ല രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് പിച്ചിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ചിക്കൻ ഈ മസാലയുടെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ദോശ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാട്ടോ നമുക്ക് അടുത്തതായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇവിടെ ഒരു 2 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ദോശക്കുള്ള ബാറ്റർ നല്ല രീതിയിൽ അടിച്ച് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഇനി നമുക്ക് നല്ലൊരു പാൻ വെച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതാ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അധികം കട്ടില്ലാത്ത രീതിയിൽ വേണം കേട്ടോ ചുട്ടെടുക്കാൻ. പിന്നെ സിമ്മിൽ വെച്ചിട്ട് മെല്ലെ കുക്കായി വന്നു കഴിഞ്ഞാൽ 2 സൈഡ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡ് ആവുന്നത് വരെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ലെയറാണോ ഉദ്ദേശിക്കുന്നത് അത്ര ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഇതാ നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളിവിടെ 4 മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പാലും ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോകുന്ന ട്രേയുടെ സൈഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തടവി കൊടുത്തതിന് ശേഷം ഇതാ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ദോശ നമുക്ക് ഈ എഗ്ഗിൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് അത് ലെയറായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ആവശ്യത്തിന് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫില്ലിങ് ഒരുപാട് വെക്കാതിരിക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇടയിൽ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഓരോ ദോശയായിട്ട് വെച്ചിട്ട് ലെയറെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 6 മുതൽ 8 ലെയർ വരെയൊക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അവസാനം നമ്മൾ ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതുപോലെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നല്ല സിമ്മിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ ഒരു സൈഡ് നല്ല രീതിയിൽ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ട്രേ വെച്ചിട്ട് ഇത് മറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അടിയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ മറിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് കൊട്ടി അവസാനം വീണ്ടും നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ട് നമുക്ക് അടിയിലൊരു ഫ്രൈ പാനും കൂടി വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം നല്ല രീതിയിൽ ഒന്ന് ബേക്കായി വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ നമ്മൾ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എണ്ണ പലഹാരങ്ങൾക്ക് പകരം ഒരു ദിവസം ചട്ടിപ്പത്തിരിയൊക്കെ ചെയ്ത് നോക്കാമല്ലോ, നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ചിരട്ടമാല കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ റിവ്യൂ അറിയിക്കണം കേട്ടോ.